ഒടുവിൽ ആ കൊടും ഭീകരൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇനി ആ കൊടും ഭീകരൻ, അതെ, തഹാവൂർ റാണ, ഇയാളെ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത്? തൂക്കിലേറ്റാനാണ് ഇന്ത്യ ഇയാളെ പോകുന്നത്. ഇന്ത്യയുടെ ഒരു കാലത്തും ഉണങ്ങാത്ത മുറിവ് 2008 ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണത്തിലെ നായകൻ എന്നറിയപ്പെടുന്ന ചോട്ടു ചായ്വാല, ഇയാളെ ഇന്ത്യക്ക് കൈമാറുന്നതിൽ ഇന്ത്യ സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിരുന്നാലും കുറ്റവാളിയെ ഉടൻ തൂക്കിക്കൊല്ലണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇത്തരം ഭീകരർക്ക് ജയിലിൽ ബിരിയാണി സൗകര്യങ്ങൾ എന്നിവ നൽകേണ്ടതില്ല. 2008 ഭീകരാക്രമണങ്ങൾ നിരവധി ജീവൻ രക്ഷിച്ച് ജാഗ്രത പുലർത്തിയ തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത് ഇയാളെ എത്രയും വേഗം തൂക്കിക്കൊല്ലണമെന്ന്. ഇന്ത്യയിൽ തഹാവൂർ റാണയ്ക്ക് സെല്ല്, ബിരിയാണി തുടങ്ങിയ സൗകര്യങ്ങൾ നൽകേണ്ട ആവശ്യമില്ല, തൗഫീഖ് പറയുന്നു. തീവ്രവാദികൾക്ക് പ്രത്യേക നിയമങ്ങൾ വേണം എന്നും ഇപ്പോൾ തൗഫീഖ് പറയുകയാണ്. ഇന്ന് 2-3 മാസങ്ങൾക്കുള്ളിൽ വധശിക്ഷ നടത്തിയിരിക്കണം. മുംബൈ ഭീകരാക്രമണത്തിനിടെ ജീവനോടെ പിടിക്കപ്പെട്ട പാകിസ്ഥാൻ ഭീകരനാണ് ഈ അജ്മൽ കസബ് എന്ന് പറയുന്നത്. ഛത്രപതി ശിവാജി ടെർമിനൽസ്, കമ ഹോസ്പിറ്റൽ, ലിയോപോൾഡ് കഫേ, താജ് ഹോട്ടൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇയാൾ ഭീകരത സൃഷ്ടിച്ചിരുന്നു. 2012 നവംബർ 21 പൂനെയിലെ യർവാഡ ജയിലിൽ വെച്ച് ഇയാളെ തൂക്കിലേറ്റിയിരുന്നു. സമാനമായ രീതിയിൽ തഹാവൂർ റാണയും തൂക്കിലേറ്റണമെന്നാണ് പറയുന്നത്. എന്തായാലും റാണയുടെ ഹർജി സുപ്രീം കോടതി അടക്കം തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് കൈമാറുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തഹാവൂർ റാണ സുപ്രീം കോടതിയിൽ, അമേരിക്കൻ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് എന്നുള്ളതാണ്. US സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഏപ്രിൽ 7 US സുപ്രീം കോടതി ഇത് തള്ളി. മാർച്ച് 20 ചീഫ് ജസ്റ്റിസ് റോബർട്ട് അപേക്ഷ പൂർണ്ണമായും നിരസിച്ചു. അതായത് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞത്. മുംബൈ ക്രൈംബ്രാഞ്ച് പറയുന്നതനുസരിച്ച് റാണയെ ചോദ്യം ചെയ്യലിനായി മുംബൈയിലേക്ക് കൊണ്ടുവരുമോ അതോ പ്രാദേശിക കാര്യത്തിന് കസ്റ്റഡിയിലെടുക്കുമോ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മുംബൈ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് തഹാവൂർ റാണയെ മുംബൈയിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നു. ലഷ്കർ ഇ തോയ്ബയെ പിന്തുണച്ചതിനും മുംബൈ ആക്രമണ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനും US ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ കനേഡിയൻ പൗരനാണ് തഹാവൂർ റാണ. ഇയാളെ ഉടനെ തന്നെ തൂക്കിലേറ്റും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.